എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫേസിൽ പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിനെക്കാട്ടി മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിലേക്ക് പാൻ വെച്ചിട്ട് 2 സ്പൂൺ കടലമാവാണ് ഇടേണ്ടത്. കടലമാവല്ല, കടലപ്പൊടി. അപ്പോൾ നിങ്ങൾ കടലപ്പൊടിയാണ് എടുക്കേണ്ടത്. അതിന് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല, കടലപ്പൊടി തന്നെ എടുക്കുക കേട്ടോ. അതിന് പാകത്തിന് 1/2 ഗ്ലാസ് പാല്, അതായത് പച്ചപ്പാൽ 1/2 ഗ്ലാസ്സാണ് ഞാനിവിടെ എടുക്കുന്നത്. 2 സ്പൂണിന് 1/2 ഗ്ലാസ് പാലാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം കേട്ടോ. നല്ല രീതിക്ക് കുക്ക് ചെയ്തെടുക്കണം. പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് നിങ്ങൾ ഒരിക്കലും അതിൻ്റെ തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എപ്പോഴും തീ കുറച്ചിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ. കുറച്ച് ടൈം എടുക്കും. ഇതൊന്ന് കുറുകി ആ ഒരു എന്താ പറയുക കുറുക്ക് പോലെ ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കൂട്ടി വെക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ തീ നമ്മൾ കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ കട്ട കട്ട പോലെ വരും. അതൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല രീതിക്ക് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് വേണം നമുക്കിത് കുറുക്കിയെടുക്കാനായിട്ട്. വേറെ ഒരു ഇൻഗ്രീഡിയൻസും നമുക്കിനി ആവശ്യമില്ല. ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ടോ. വളരെ സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത്. അങ്ങനെ ഒരു 5-6 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതേ ഈ ഒരു പരുവത്തിൽ എത്തൂട്ടോ. ഈ ഒരു പരുവത്തിൽ എത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് പാക്ക്. ഇങ്ങനെ തന്നെ എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യരുത്, കാരണം പൊള്ളി പണ്ടാറടങ്ങി പൂട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കുക കേട്ടോ. ഞാനിവിടെ ഈ ഒരു പാക്ക് നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യണത്. ഇത് മണത്തോക്കിയത് വേറൊന്നും കൊണ്ടല്ല, നല്ല സ്മെല്ലുണ്ട്. ആ പാലും ആ ഒരു കടലപ്പൊടിൻ്റെ ആ ഒരു മിക്സും കൂടി വന്നപ്പോൾ നല്ലൊരു സ്വീറ്റിൻ്റെ ആ ഒരു സ്മെല്ലാണ് കേട്ടോ വന്നത്. അതുകൊണ്ടാണ് ഞാൻ മണപ്പിച്ച് നോക്കിയത്. എന്നിട്ട് ഞാൻ ഈ ഒരു പാക്ക് ഫേസിൻ്റെ എല്ലാ ഭാഗത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെയും പറയുകയാണ്, നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഇത് എടുത്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പാക്ക് ഒന്നും ഇടേണ്ടി വരില്ല. നല്ല ശരിക്കുള്ള നല്ല വെള്ള കളർ വരും നമ്മുടെ ഫേസിൽ കേട്ടോ. അങ്ങനെ ഞാൻ ഫേസിൽ മാത്രമല്ല കഴുത്തിലേക്കും കൂടി നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ത് പാക്ക് അപ്ലൈ ചെയ്താലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മുഖം വെളുത്തിരിക്കും, കഴുത്ത് കറുത്തിരിക്കും കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് ഡ്രൈ ആവണത് വരെ ഒന്നും ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഡ്രൈ ആവണേക്കാട്ടി മുന്നേ തന്നെ ഇതേപോലെ ഒരു ക്ലീനിങ് സ്പോഞ്ച് എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഓരോ കവിളിൻ്റെ ഭാഗത്തുനിന്നും ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ 2 കവിളിലും പാക്ക് റിമൂവ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കൂടെ എത്രത്തോളം ആ ഒരു റിസൾട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ നല്ല റിസൾട്ട് ഉള്ള ഒരു പാക്കാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് മുന്നേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തത്. ഒരുപാട് വെളുത്തിട്ട് പാറും അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് പിടിച്ച പോലെ വെളുക്കും എന്നൊന്നും അല്ല. നല്ല കരിവാളിച്ചിരിക്കുകയാണ്, നമുക്ക് നാളെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, പെട്ടെന്ന് പുറത്ത് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ്സും ഗ്ലോയും ഒക്കെ തരാനായിട്ട് ഈ ഒരു പാക്കിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. എൻ്റെ ഫേസിലുള്ള പകുതി പാക്കും റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് അത് നല്ലോണം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു പാക്കിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നിങ്ങൾക്കിനി മനസ്സിലാവാനായിട്ട് ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാം. എൻ്റെ കഴുത്തിൽ ഞാൻ അപ്ലൈ ചെയ്ത ഭാഗം നോക്ക് വെളുത്തിരിക്കുകയാണ്, അപ്ലൈ ചെയ്യാത്ത ഭാഗം കണ്ടോ കറുത്തിരിക്കുകയാണ്. അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള ഡിഫറൻസ്. ആ പാക്ക് അപ്ലൈ ചെയ്ത സ്ഥലം വരെ എൻ്റെ കഴുത്ത് വെളുത്തിരിക്കുകയാണ്. അതിൻ്റെ താഴോട്ടുള്ള ഭാഗത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, അവിടെ കറുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കഴുത്തിൻ്റെ ഭാഗം ഞാൻ അപ്ലൈ ചെയ്യാത്ത ഭാഗവും എൻ്റെ ഫേസും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു പാക്ക് എത്രത്തോളം റിസൾട്ട് തരുന്നുണ്ടെന്ന്. ഫേസിൽ പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാനും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഫേസ് ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.